എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുടെ ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന്. കാരണം കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീടിൻ്റെ മെയിൻ്റനൻസ് പണികൾ, അത് പെയിൻറ്റിങ്ങും ബാക്കിയുള്ള കുറേ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ടും കുറേ അധികം കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും കുറേ പേരിങ്ങനെ എന്താ പറയുന്നത്, കുറച്ച് പേര് പറഞ്ഞു ഇത് ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ, അപ്പം ഇത്ര പണി ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരവും നിങ്ങൾ അറിയേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ കൂട്ടി കോർത്തിണക്കിക്കൊണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ മൊത്തത്തിലൊന്ന് കാണാൻ ശ്രമിക്കുക, കണ്ടു കഴിഞ്ഞ് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മളൊരു പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ പണികളും ഒരു കോൺട്രാക്ട് രീതിയിലോ അല്ലെങ്കിൽ വേറുള്ളതിലോ നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഈ കോൺട്രാക്ട് രീതിയിലൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം, അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അതിൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഞാൻ കണ്ടറിഞ്ഞതിലുണ്ട്. അത് പിന്നീട് ഞാൻ ചെയ്യാം. അത് അവിടെ നിൽക്കട്ടെ. പുതിയ വീടുകൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച്. അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ മെയിൻ്റനൻസിലോട്ട് വരുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കുക. അത് മെയിൻ്റനൻസിലോട്ട് വരുമ്പോഴത്തേനും ഈ ചിലരുണ്ട്, അതായത് എത്ര വലിയ പ്രൊഫഷൻ ആണെങ്കിലും ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്. എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ എല്ലാ കാര്യവും ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീടിൻ്റെ പെയിൻറ്റിങ്ങിനെ പറ്റി തന്നെ ഇറക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ പെയിൻറ്റിങ്ങിനെ പറ്റിയാണ്. പെയിൻറ്റിങ്ങിനെ പറ്റി തന്നെ ഇറങ്ങുമ്പോൾ ഈ ഒരു കാര്യത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം ഓക്കെയാണ്. ഫസ്റ്റ് തിങ് ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പം മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, കാരണം ഇപ്പം എൻ്റെ ഒരു വീടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതുണ്ട്. കാരണം ഒരു 10-12 വർഷത്തോളമായി വീടിൻ്റെ ഒരു പ്രോപ്പർ പെയിൻറ്റിങ് നടത്തിയിട്ട്, പിന്നെ അറ്റകുറ്റപ്പണികൾ അങ്ങനെ ചില്ലറ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അത് ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിലും ഒരുപാട് പോരായ്മയുണ്ട്. അത് ഇതിൻ്റെ അകത്ത് വീഡിയോ ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് പിന്നെ കുഞ്ഞ് കോറി വരച്ച ഒരുപാട് ഡ്രോയിങ്സ്, ഭിത്തിയിലാണ് അവളുടെ മെയിൻ പരിപാടികൾ. അത് പിന്നെ അതുപോലെ ഭിത്തിയുടെ ലെവലിംഗ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നല്ല രീതിയിലുള്ള പുട്ടി വർക്കുകളുണ്ട്. ഏകദേശം 1.25 ലക്ഷം രൂപ പോയി കിട്ടും. അപ്പോൾ പുറമേ നിന്ന് ഞാൻ മിനിമമാണ് പറഞ്ഞത്, കാരണം അത്രയും പണിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് തന്നെ ഒരുപാടുണ്ട്. നിങ്ങൾ അടുക്കള കഴിയുക, വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ക്ലീനിങ് പരിപാടി തന്നെ ഒരുപാടുണ്ട്. അപ്പം ഈ ഒരു എമൗണ്ട്, അപ്പം നിങ്ങളൊരു വർക്കിലോട്ട് ഇറങ്ങുകയാണ്, നിങ്ങളൊരു മെയിൻ്റനൻസിലോട്ട് ഇറങ്ങുമ്പം നിങ്ങളുടെ ജോബിൽ നിന്നും ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോബ് തന്നെ തുടർന്നുകൊണ്ട് പോയി നിങ്ങൾ ആ പണി വേറൊരാളെ ഏൽപ്പിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചോളം 1.25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസയാണ്. അപ്പം അത് ജോലി ചെയ്ത് ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സമയം കൊണ്ട് ഞാൻ തന്നെ എനിക്ക് കിട്ടുന്ന ജോലി ചെയ്തിട്ട് മിച്ചം കിട്ടുന്ന സമയം യൂസ്ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ആ ഒരു പൈസ കിട്ടുന്ന സേവ് ചെയ്യുന്നത് കൂടുതൽ ഇതിലോട്ടിടാം. ഈ ഒരു വീടിൻ്റെ മെയിൻ്റനൻസിലോട്ട് കൂടുതൽ കാര്യങ്ങൾ ഇടാം. അത് വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഇൻറ്റീരിയൽ കാര്യങ്ങളിലേക്ക് ഇടാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രവൃത്തിയിലോട്ട് സ്വന്തമായിട്ട് ഇറങ്ങിയത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ കാര്യങ്ങൾ എനിക്ക് കുറച്ചൊക്കെ ഒരു വശമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ്. പുട്ടിയിടാനും പെയിൻ്റ് അടിക്കാനും പെയിൻറ്റിൻ്റെ മിക്സിങ്, കളറിൻ്റെ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കാരണം പെയിൻറ്റിങ് അത്രത്തോളം ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് എനിക്ക്. ഒന്നാമത്തെ കാര്യം. അപ്പം ഇതാണ് നിങ്ങൾ നോക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അതിനോട് ഇഷ്ടമുണ്ടോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അതിൻ്റെ അകത്ത് വേണ്ടി വയ്ക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് അതിന് യൂസ്ഫുൾ ഉണ്ടോ. കാരണം ഇപ്പം ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ കിട്ടുന്നവന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കാര്യമില്ല. അപ്പം എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിയത്. അപ്പം അതും എനിക്ക് ഓക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് വേണ്ടി വരുന്ന എഫോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ പെയിൻറ്റിങ് പോലെയല്ല. എഫോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്, എക്സ്ട്രീമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലെവലിംഗ് ഉണ്ട്, അതേപോലെ തന്നെ പഴയ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള ക്ലീനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ആ ഒരു ഇതിലോട്ട് ഞാൻ കാണിച്ചു തരാം, ആ വീഡിയോസ് കാണിച്ചു തരാം. പെയിൻറ്റിങ് ചെയ്യുമ്പോഴത്തേനും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മളിപ്പം ആദ്യമായിട്ടൊക്കെ പെയിൻറ്റ് ചെയ്തു പിന്നീട് രണ്ടാമത്തെ കാര്യങ്ങളിലൊക്കെ, കാരണം ഇപ്പം എൻ്റെ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതായത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൊരു വീടൊക്കെയാണ്. അപ്പോഴത്തേനും പഴയ തേപ്പും ഉണ്ട്, പുതിയ തേപ്പും ഉണ്ട്. അപ്പോൾ പുതിയ തേപ്പിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു മെയിൻ്റനൻസ് ചെയ്തപ്പോഴത്തേനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രൈമർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈറ്റ് സിമെൻറ്റ്, കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ. ഇപ്പം നമ്മൾ പെയിൻറ്റിൻ്റെ പുറമെയാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റോ പ്രൈമറോ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ പെയിൻറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. പക്ഷേ നിങ്ങളൊരു പുതിയ ഭിത്തിക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊന്നെങ്കിൽ പ്രൈമറോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റോ, ഏറ്റവും നല്ല വൈറ്റ് സിമെൻറ്റാണ്. വൈറ്റ് സിമെൻറ്റ് അടിച്ചതിന് ശേഷം, കാരണം ആ സ്റ്റിഫ്നെസ്, ആ ഒരു പെയിൻറ്റിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് പെയിൻറ്റിനൊരു പ്രോപ്പർട്ടി? അത് ജോയിൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി, അതൊരു മിനിമം പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഈ
പുതിയതായിട്ടുണ്ടാക്കുന്ന ആ ഭിത്തിക്ക് ഒരു 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 എന്താ പറയുക, അതിനെ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റിഫ്നെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് പ്രൈമറോ വൈറ്റ് സിമെൻറ്റോ അടിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം അതാണ് അതിൻ്റെ പ്രോപ്പറായുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ഇപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നും പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് പോരായ്മകളെന്ന് പറഞ്ഞാൽ ഞാനപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്വന്തമായിട്ടുള്ള പരിപാടികളല്ല, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മിനിമം ടൈമേ ഉള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ ചെയ്ത് വിടുന്നേ ഉള്ളൂ. എനിക്കറിയാം പെർഫെക്ഷൻ അല്ല എന്നുള്ളൊരു കാര്യം എനിക്കറിയുക തന്നെ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് വിട്ടത്. പക്ഷേ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്വന്തമായിട്ടുള്ള ഇത് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി സമയവും കാര്യങ്ങളൊക്കെ കുറച്ച് ഫ്രീ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളത് ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പം ഞാനിതിപ്പം ഇതിൻ്റെ അകത്ത് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന, അതായത് പെയിൻറ്റിങ്ങിന് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പെയിൻറ്റിൻ്റെ മേലെ അടിക്കും. അതായത് ഒന്നാമത്തെ കാര്യം, പെയിൻറ്റ് അടിക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് എയർ ബബിൾസ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഭിത്തിയിൽ പിടിക്കാതിരിക്കും. രണ്ടാമത്തെ കാര്യം, പ്രൈമർ അടിക്കാത്ത ഭിത്തിയിൽ പെയിൻറ്റ് അടിച്ചാൽ നിൽക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചുരണ്ടി വൃത്തിയാക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പെയിൻറ്റ് അടിയിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം പെയിൻറ്റ് അടിക്കുക എന്നുള്ളതല്ല, അത് സർഫസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സർഫസ് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസിൽ മാത്രമേ ആ പെയിൻറ്റ് കറക്റ്റായിട്ട്, എത്ര കൂടിയ പെയിൻ്റ് ആയിക്കോട്ടെ, അത് കറക്റ്റായിട്ട് അത് ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ ഭിത്തി കറക്റ്റ് ക്ലീൻ ആയിരിക്കണം. ഭിത്തിക്ക് ആ രീതിയിലുള്ള ഒരു സ്റ്റിഫ്നെസ്, അല്ല ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഭിത്തി ലെവൽ ചെയ്യുക. അതുപോലെ ഭിത്തിയുടെ ഇമ്പ്യൂരിറ്റീസ്, നേരത്തെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഈ ഒരു സാധനം ഫംഗസ് ബാധയാണ്. അതായത് പെയിൻറ്റും ഈ ഭിത്തിയും ഇതൊക്കെ തമ്മിൽ ഈർപ്പങ്ങളൊക്കെ ചേർന്ന് കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫംഗസ് ബാധയാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ ചുരണ്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ ക്ലീൻ ആക്കിയതിന് ശേഷം പുട്ടിയിട്ട് ലെവൽ ചെയ്തിട്ട് വേണം നമ്മളത് ഈ പറഞ്ഞ പോലെ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ നോക്കിയാൽ അറിയാം, നമ്മൾ ഇപ്പം ഇന്നത്തെ ആ ഒരു ഇതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആ സമയം കണ്ട് നമ്മൾ പുട്ടിയിട്ട് ലെവൽ ചെയ്ത് ഇത് ചെയ്യണം. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പം ഈ പെയിൻറ്റിങ് പണിക്കാർ കൊടുക്കുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുട്ടി വാങ്ങുമ്പോഴത്തേനും ഒരു ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പുട്ടിയുണ്ട്, അതേപോലെ ബെർജറുണ്ട്, കുറേ ഇതുണ്ട്, ഡാൽമിയ, അങ്ങനെ ഒരുപാടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പുട്ടി എടുക്കത്തില്ല, അവർ പറയാം അത് കൊള്ളൂല എന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോഴത്തേന്, അത് കോൺട്രാക്റ്റിനെ കൊടുക്കുന്നതിനെ പറ്റി, വീടിൻ്റെ കോൺട്രാക്റ്റ് പണികളെ പറ്റി ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു പുട്ടിയാണ് ഏറ്റവും നല്ല പുട്ടി. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പുട്ടിയിട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് പുട്ടിയിട്ട് നമ്മൾ ലെവൽ ചെയ്ത് പോകും, പക്ഷേ അത് ഉരച്ചത് വൃത്തിയാക്കി എടുക്കുക. ഈ വൃത്തിയാക്കി എടുക്കലിന് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഇതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ ആ സ്റ്റിഫായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭിത്തിയിൽ അത്രയും സ്റ്റിഫ്നെസ് കിട്ടുന്നതുകൊണ്ടാണ്. പക്ഷേ ബെർജറോ കാര്യങ്ങളോ ഒക്കെ ആണെന്ന് പെട്ടെന്ന് പൊളിഞ്ഞു പോരാൻ, അത് കുറേ വർഷം കഴിയുമ്പോഴത്തേന് പൊളിഞ്ഞു പോരും. പക്ഷേ വളരെ എളുപ്പമാണ്, ഒറ്റ തൂക്കിന് ആ സാധനം ലെവൽ ചെയ്ത് കിട്ടും. അതാണ് പെയിൻറ്റിങ്ങുകാർ കൂടുതലും മറ്റുള്ള പുട്ടികളെ റെഫർ ചെയ്യുന്നതും ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പുട്ടിയെ ഇത് റിജക്റ്റ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഓഫീസിൻ്റെ ഒരു ഇത് ചെയ്തപ്പോഴത്തേന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ. കാരണം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഫിനിഷിങ് നല്ല ഫിനിഷിങ്ങാണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം എനിക്കിതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് യൂസ് ചെയ്ത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വർക്ക് തീരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് തേച്ചൊരച്ച് ലെവൽ ചെയ്യുക എന്ന് പറയുന്നത് ഇത്ര ടാസ്ക്കാണ്. ആ ഒരു സമയം കൊണ്ട് 2 ഭിത്തി, ബെർജറിൻ്റെ ഇട്ട 2 പുട്ടിയിട്ട ഭിത്തി നമ്മൾക്ക് തേച്ച് ലെവൽ ചെയ്യുമ്പോൾ ഇത് ഒരു ഇതൊക്കെ പറ്റുള്ളൂ. കാരണം അത്രത്തോളം ഹാർഡാണ് സംഭവം. അപ്പോൾ ഇതേപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് വയർ സെലക്ട് ചെയ്യുമ്പോഴത്തേന് ട്രാക്കോയുടെ വയർ കോൺട്രാക്ടർമാർ പറയുന്ന ട്രാക്കോ, നമ്മുടെ കേരള സർക്കാർ കമ്പനിയുടെ ട്രാക്കോ കൊള്ളൂല്ല എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നല്ല വയർ തന്നെയാണ്. പക്ഷേ വലിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് കോണ്ടിയൂട്ടിലൂടെ വലിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ കോൺട്രാക്ട് രീതിമാർ ഈ കൊടുക്കുമ്പോഴത്തേനും പല പറയുന്ന മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ അത് കേട്ട് വിശ്വസിച്ചിട്ട് ട്രാപ്പിലാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോവുമായിട്ട് ഞാൻ പിന്നീട് വരാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.